നമ്മളിപ്പോ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ ആഘോഷമേ ഉള്ളൂ എല്ലാവർക്കും. എന്തിന്റെ ആഘോഷമാണ്? കറക്റ്റ്. അതും പല ടീമുകളുണ്ട്. ഇപ്പൊ ഓൾറെഡി ഹോർഡിങ്സുകൾ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളായി, ബെറ്റ് വെപ്പായി, ഗോളടിയായി, അങ്ങനെ ഫുൾ ഒരു ഫുട്ബോൾ മയമാണ്. അപ്പൊ നമ്മുടെ എപ്പിസോഡിലും അതേ ഒരു ആവേശം വേണ്ടേ ചേച്ചി? അങ്ങനെയുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടുകൂട്ടമായിട്ട് ജോയിൻ ചെയ്യുന്നതും ഫുട്ബോളിനെ പറ്റി പറയാനും അവിടുത്തെ പ്ലേയേഴ്സും പ്രൗഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവരെയും വിശദമായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ബിജു സാർ, ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറാണ് എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി. ഒപ്പം തന്നെ ജോയിൻ ചെയ്യുന്നു ജോസ് ലോറൻസ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറാണ് എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്. Also we have Jacob sir. Welcome to Comedy Masters. Sir ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്. നെക്സ്റ്റ് നമുക്കുള്ളത് ഇട്ടി സാറാണ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ജയിച്ച അന്ന് സാർ ആയിരുന്നു ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്ന ആ ടീമിനൊപ്പം. ഇനി ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അണ്ടർ 20 കളിച്ച പ്ലെയേഴ്സ് ഉണ്ട്, അണ്ടർ 17 കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ തമീനയിലേക്ക് പോവാണ്. ഹായ് തമീന, ഫാത്തിമ, വി ആർ വെരി പ്രൗഡ് ഓഫ് യു. കാരണം തമീന ഒരു ഗോൾ കീപ്പറാണ്, അണ്ടർ 17 ഫുട്ബോൾ പ്ലെയർ ആണ്, ഇന്ത്യൻ പ്ലെയർ ആണ് കേട്ടോ. അജിത് സുഖല്ലേ? അജിത്ത് അണ്ടർ 20 ഫുട്ബോൾ പ്ലെയർ ആണ്. പിന്നെ സീന മാം, ഹായ് ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം നമ്മുടെ വേൾഡ് കപ്പ് ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിന്റെ കോച്ചാണ്. അത് മാത്രമല്ല ലേഡി വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു ഡിഫറെൻറ്റ് പേരാണ്. ശരിക്കും ഒരു ഫുട്ബോളർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്ന പേരുകളിലാണ്. അങ്ങനെ ഒരു വെറൈറ്റി പേരുമായിട്ട് അണ്ടർ 20 കളിക്കുന്ന ഒരു ഫുട്ബോളറാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഒരു നാഷണൽ പ്ലെയർ ആണ്, റാഫേൽ ലിയാൻ സെക്യുറ. എന്റെ മോനെ, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഷ്ടപ്പെട്ടു. കാരണം എന്താ അറിയോ, ഭാവിയിൽ ഇനി ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഇത് പഠിച്ചു വെക്കണമല്ലോ ഇപ്പോഴേ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചു വെക്കണം. തമീന, ഞാൻ ആദ്യം തന്നെ തമീനോട് ചോദിക്കട്ടെ. പലരും ഇപ്പൊ TV കാണുന്നുണ്ടാവും. ഫുട്ബോൾ എന്ന് പറയുമ്പോഴും ഞങ്ങൾക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേരുകളും ഫുട്ബോൾ പ്ലേയേഴ്സ് ആണുങ്ങളുടെ പേരുകളായിരിക്കും, അല്ലെങ്കിൽ മെയിലാണ്. ഇവിടെ ഇപ്പോൾ തമീന ആസ് എ ഫീമെയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. വീട്ടിൽ നിന്നായിരിക്കാം, സൊസൈറ്റിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചോയ്സിലാണെങ്കിലും. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? താങ്ക് യു. എൻ്റെ അമ്മേൻ്റെ അടുത്താണ്. കാശ് എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ തന്നെ തുടങ്ങുന്നത് സിംഗിൾ പാരൻ്റ് ആണ് എൻ്റെ അമ്മ. സോ അങ്ങനെ വെച്ച് നോക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രൗഡായിട്ട് എനിക്ക് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. സെക്കൻഡ് തിങ്, സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കളിക്കാൻ പോകരുത്, അങ്ങ് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നീ വീട്ടിലിരിക്കണം, എന്നാണ് പഠിക്കുക, സ്റ്റഡീസ് നോക്കണ്ടേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പിൽ പോകുമ്പോൾ ഞാൻ മാത്രമേ പെണ്ണ്. അപ്പം ഞാൻ വിചാരിക്കും ശരിക്കും പെണ്ണുങ്ങൾ കളിക്കാൻ കഴിയില്ലേ. അപ്പം ഞാൻ ചിന്തിച്ചു ഇനി എനിക്കും കളിച്ച് നോക്കാം, എന്തായിരിക്കും നോക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടായിരുന്നു, എന്താണ് ഈ ഫീമെയിൽസിനെ മോക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹിസ്റ്ററീസ് ഉണ്ടാക്കിയേക്കുന്നത് വുമൻസ് ആണ്. അങ്ങനെ ഈ ഒരു 2025 തന്നെ 3 ഹിസ്റ്ററി ഉണ്ടാക്കിയത് എന്താണ് വുമൻസ്. നമ്മുടെ ഇന്ത്യ കളിച്ച സീനിയർ, അണ്ടർ 20, അണ്ടർ 17, ഞാൻ അതിൻ്റെ അണ്ടർ 17 ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തമീന, ഏത് ഏജ് മുതലായിരിക്കും ഫുട്ബോൾ എന്നുള്ളൊരു സംഭവം മനസ്സിൽ കയറിയിട്ടുണ്ടാവുക? അങ്ങനല്ല, എനിക്കക പണ്ട് കളിക്കാൻ പോവായിരുന്നു. അപ്പോൾ ഓൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ കാണാൻ ബോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ഗ്രൗണ്ടിൽ എനിക്ക് ഒരു കോച്ചുണ്ട്, ജാവേദ് സാർ. എനിക്ക് ഫസ്റ്റ് വേറെ എൻ്റെ ഫുട്ബോൾ ഫാദർ ആയിട്ടുള്ള ഒരാളാണ് ജാവേദ് സാറ്. അപ്പോൾ ആളെന്നെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കളിച്ച് പിന്നെ അങ്ങനെ വന്നു. പിന്നെ എനിക്ക് ട്രൂ ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് സീന മിസ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മിസ് എനിക്ക് ക്യാമ്പ് എടുത്തുണ്ട്. സൂപ്പർ. എനിവേസ്, എനിക്ക് തോന്നുന്നു അവിടെയും അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ, പുള്ളിക്കാരത്തി മുന്നോട്ടേക്ക് തന്നൊരു സപ്പോർട്ടാണ് തമീന ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. വെരി പ്രൗഡ് ഓഫ് യു, വെരി പ്രൗഡ് ഓഫ് യു. എനിക്ക് എപ്പോഴുള്ള ഡൗട്ടാട്ടോ, ഞാൻ ചോദിച്ചോട്ടെ കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ട്. ആ 130 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 11 പേരടങ്ങുന്ന ഒരു ടീം, ഒരു സൂപ്പർ ഇന്ത്യൻ ടീമിനെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും സമയം എന്താ എടുക്കുന്നതെന്നൊരു സാറൊന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഇതിന്റെ പ്രശ്നം. നമ്മള് 1956 ഒളിമ്പിക്സ് കളിച്ചൊരു ടീമാണ് ഇന്ത്യ. 4ാം സ്ഥാനം വരെ വന്നിരുന്നു. അതിലെ ഒരു ഹാട്രിക് അടക്കമുണ്ട്. നേവൽ ഡിസൂസ എന്ന് പറഞ്ഞ ഒരു ഹാട്രിക് വരെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒളിമ്പിക്സ് കളിക്കുന്നത് 1960. അതിൽ ലാസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് സൈമൺ സുന്ദർരാജ്. അദ്ദേഹമായിരുന്നു 73 നമ്മുടെ കേരള ടീമിൻ്റെ കോച്ച്. അപ്പോൾ അതിനുശേഷം ഇന്ത്യ പിന്നെ ഒളിമ്പിക്സ് കളിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ 132ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്.
48 ടീമാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അപ്പം നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ആദ്യമേ തന്നെ നമുക്ക് പല സ്കൂളുകൾ പണ്ട് കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കളിസ്ഥലങ്ങളില്ല. അവിടെയൊക്കെ ബിൽഡിംഗ് പണിയാണ്. ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ബിൽഡിംഗ് കെട്ടി ഇങ്ങനെ കളിസ്ഥലങ്ങൾ കുറയുന്നു. പിന്നെ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കളിക്കാനായിട്ട് ഒരുപാട് സെൽഫ് ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സമയത്ത് നമ്മൾ ഒരുപാട് ടൂർണമെൻറ്റ്സ് നമ്മൾ നോക്കിയാൽ മതി. ശ്രീനാരായണ ടൂർണമെൻറ്റ് തൊട്ട് ട്രിവാൻഡ്രം GV രാജ ടൂർണമെൻറ്റ് വരെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ടൂർണമെൻറ്റുകളും ഇല്ല, കംപ്ലീറ്റ് നിലച്ചുപോയി. ഇപ്പോൾ ISL അങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് നടക്കുന്നത്. അതിനകത്ത് നമ്മുടെ എത്ര പേർക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്? എല്ലാം ഫോറിൻ പ്ലേയേഴ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കളിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ വേൾഡ് കപ്പ് എന്തുകൊണ്ട് കളിക്കില്ല എന്ന് വെച്ചു, നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻസ് ആയാലും നമുക്ക് വേൾഡ് കപ്പിലേക്ക് പോകണം. ആദ്യം ഏഷ്യൻ ചാമ്പ്യൻസ് ആവാനുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാകണം. അതിൻ്റെയൊക്കെ കുറവാണ്. കോച്ചസ് പിന്നെ ഇവിടെ ലൈസൻസ്ഡ് കോച്ചസ് കുറെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും കളിക്കുന്ന ആൾക്കാരല്ല. ഡിഗ്രി ഉണ്ടായെങ്കിൽ ലൈസൻസ് എടുക്കാം. പണ്ട് നല്ല കോച്ചസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സൈമൺ സുന്ദർരാജ്, അതുപോലെ ഗബ്രിയൽ ജോസഫ് സാർ, അങ്ങനെ ഒരുപാട് കോച്ചസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കുറെ മെയിൻ കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങളില്ല, ടൂർണമെന്റ് ഇല്ല. അതാണ് നമ്മുടെ വലിയൊരു ഡ്രോബാക്ക്. ആ ഡ്രോബാക്ക് ഒക്കെ എത്രയും വേഗം ക്ലിയർ ആയിട്ട് കളിക്കാനുള്ള സ്ഥലങ്ങൾ വരട്ടെ, അതുപോലെ തന്നെ ടൂർണമെന്റുകൾ വരട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ തമീന, അജിത് ആൻഡ് ലിയാസ്, നിങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളോട് ഇനി അറിയപ്പെടട്ടെ.